ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാം വാക്യം. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശു തിരുവായി മൊഴിഞ്ഞ വേദഭാഗം. ഇന്ന് പകൽ അതിനെ യേശു എന്ന വാക്ക് ചേർത്തൊന്ന് പറഞ്ഞാട്ടെ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച്. യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുട്ടിൽ വസിക്കാതിരിപ്പാൻ യേശു വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുട്ടിൽ വസിക്കരുത്, പകരമോ അവനു വേണ്ടി അവൻ വെളിച്ചത്തിൽ വസിക്കുവാൻ തക്കവണ്ണം യേശു വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 44 തുടങ്ങിയ വാക്യങ്ങൾ യേശു കർത്താവ് ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറയുന്ന വാക്കുകളാണ്. 44-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. യേശു വിളിച്ചു പറഞ്ഞത്, യേശു ഉറച്ച സ്വരത്തിൽ തന്നാലാവോളം ശബ്ദമെടുത്ത് ഉറക്കെ വിളിക്കുകയാണ്. യേശു വിളിച്ചു പറഞ്ഞത്. ആമേൻ. യേശു ഉറക്കെ തന്നാലാവോളം ശബ്ദമുയർത്തി ചിതറി നിൽക്കുന്ന പുരുഷാരത്തിന് മുമ്പാകെ വിളിച്ചു പറയുകയാണ്. 44, 45, 46, 47 ഈ 4 വാക്യങ്ങളിൽ കൂടെ യേശു നാല് പ്രൊക്ലമേഷനുകളാണ് യേശു നടത്തുന്നത്. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, കർത്താവിൻ്റെ ആഗമന ഉദ്ദേശത്തെക്കുറിച്ച്, കർത്താവിൻ്റെ ഐഡൻറ്റിറ്റിയും കർത്താവിൻ്റെ മിഷനും 4 ഭാഗങ്ങളായി തിരിച്ച് യേശു പറയുകയാണ്. 44-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, എന്നെ ഒരുവൻ വിശ്വസിച്ചാൽ അവൻ എന്നെയല്ല വിശ്വസിക്കുന്നത്, എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത്. യേശു പറയുകയാണ്, ഞാൻ അയക്കപ്പെട്ടവനാണ്. ആമേൻ. ഐ ആം ദ അപ്പോയിൻറ്റഡ് ഓഫ് ഗോഡ്. ആമേൻ. യേശു ഒന്നാമത് പറയുന്നു, യേശുവിൻ്റെ മേൽ കിടക്കുന്ന അപ്പോയിൻമെൻറ്റിനെ യേശു അയക്കപ്പെട്ടവനാണെന്ന് വിളിച്ചു പറയുന്നു. എന്നാൽ 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനപ്പുറമായ ഒരു തലത്തെ യേശു പറയുകയാണ്, എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. ഞാൻ അയക്കപ്പെട്ടവൻ മാത്രമല്ല, ഐ ആം ദ എംബോഡിമെൻറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഞാൻ, ദൈവത്തിൻ്റെ സ്വരൂപമാണ് ഞാൻ. 44-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, ഞാൻ അയക്കപ്പെട്ടവനാണ്. 45-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നെ അയച്ചവൻ്റെ പ്രതിരൂപമാണ് ഞാൻ. സ്തോത്രം. 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ ലോകത്തിലേക്ക് വന്ന വെളിച്ചമാണ്. 47-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ ലോകത്തിലേക്ക് വന്ന രക്ഷകനാണ്. കണ്ടോ, ഞാൻ അയക്കപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ മനുഷ്യൻ്റെ രക്ഷയാണ്. കർത്താവിൻ്റെ ഐഡൻറ്റിറ്റിയും മിഷനും 4 വാക്കുകളിൽ യേശു, 4 വാചകങ്ങളിൽ യേശു ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഒരിക്കൽ കൂടെ പറയാം. അയക്കപ്പെട്ട ക്രിസ്തു, ദൈവത്തിൻ്റെ പ്രതിരൂപമായിരിക്കുന്ന ക്രിസ്തു, ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു, മാനവൻ്റെ രക്ഷകനായിരിക്കുന്ന ക്രിസ്തു. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അതിലെ 3-ാമത്തെ ഭാഗമായ 46-ാം വാക്യമാണ് ഇന്ന് പകൽ നാം ധ്യാനിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുട്ടിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശു വെളിച്ചമായി യേശു ലോകത്തിലേക്ക് വരുവാൻ എന്താണ് കാരണം? എവിടെയാണ് വെളിച്ചം ആവശ്യമുള്ളത്? വെളിച്ചം ആവശ്യമുള്ളത് ഇരുട്ടിലാണ് ആവശ്യമുള്ളത്. ആകയാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന്, ദൈവസിംഹാസനത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമി ഇരുണ്ടുമൂടി കിടക്കുന്നത് കണ്ടിട്ട് ദൈവം ഒരു തീരുമാനമെടുത്തു, തൻ്റെ ഏകജാതനായ പുത്രനെ വെളിച്ചമായി ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത്. ഇന്ന് പകൽക്കാലം വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു. എന്താണ് വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ന് നാം ശ്രദ്ധിക്കുമ്പോൾ, ഒന്നാമതായി ക്രിസ്തു വെളിച്ചമായി ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം യേശു ക്രിസ്തു വെളിച്ചമായി ഇറങ്ങി വരുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയാം. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ മേൽ ചുറ്റിമിന്നി. എന്നാൽ ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുകയാണ്, എ ലൈറ്റ് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്ന് ഒരു വെളിച്ചം ഇറങ്ങി എന്ന് പറയുകയാണ്. എ ലൈറ്റ് ഫ്രം ഹെവൻ. ആമേൻ. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗൽ എന്ന് പറയുന്ന തർസോസുകാരൻ, ആമേൻ, ന്യായപ്രമാണം ഹൃദയസ്ഥമാക്കിയ ഗമാലിയേലിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് ന്യായപ്രമാണം നന്നേ അഭ്യസിച്ചതായ ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ. പക്ഷേ അറിവ് തന്നെ മാനസാന്തരപ്പെടുത്തിയില്ല, അറിവ് തന്നെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നില്ല, അറിവ് തന്നെ സ്വർഗീയ ദർശനത്തിലേക്ക് കൊണ്ടുവന്നില്ല. ന്യായപ്രമാണത്തിൻ്റെ അറിവ് മിശിഹായെ
കണ്ടെത്തുവാൻ തന്നെ സഹായിച്ചില്ല. ന്യായപ്രമാണം തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയുള്ളവനാക്കി തീർത്തോ. ന്യായപ്രമാണം തന്നെ ഒരു പകയുള്ളവനാക്കി തീർത്തോ. ന്യായപ്രമാണം തന്നെ ഒരു കൊലപാതകയെ ആക്കി തീർത്തോ. തൻ്റെ അറിവ് തന്നെ ഒരു കുലപാതകയും പകയും ദുഷ്ടനുമാക്കി തീർത്തോ. താൻ വസ്ത്രങ്ങളെ സൂക്ഷിക്കുന്നവനായിരുന്നോ? ആരുടെ വസ്ത്രങ്ങളെയാണ് സൂക്ഷിക്കുന്നതെന്നറിയാമോ? മറ്റുള്ളവനെ ഒരുത്തൻ കൊല്ലുമ്പോൾ ആ കൊല്ലുന്നവൻ്റെ വസ്ത്രത്തെ സൂക്ഷിക്കത്തക്കവണ്ണ പാപത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് മാനുഷിക അധികാരങ്ങളിൽ ആശ്രയിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കലേക്ക് യെരൂശലേമിൽ നിന്ന് വാഹനമൃഗമേറി സഹയാത്രികരോടുകൂടെ അതിവേഗത്തിൽ കടന്നു വരുമ്പോൾ സ്തോത്ര തൻ്റെ കയ്യിലിരിക്കുന്ന മഹാപുരോഹിതന്മാരുടെ അധികാരപത്രങ്ങളിൽ ഭ്രമിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ സ്വർഗത്തിൽ നിന്നൊരു വെളിച്ചം ഇറങ്ങി വന്നു. എ ലൈറ്റ് ഫ്രം ഹെവൻ, എ ലൈറ്റ് ഫ്രം ഹെവൻ. ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വെളിച്ചം ആ മനുഷ്യനെ ചുറ്റിമിന്നിയപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം മാറുവാൻ തുടങ്ങി. ആ മനുഷ്യൻ അന്നൊരു കാര്യം തിരിച്ചറിഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ എരിവെന്ന് പറഞ്ഞ്, ദൈവാലയത്തിൻ്റെ തീഷ്ണത എന്ന് പറഞ്ഞ്, മതഭക്തി എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതൊന്നും ദൈവപ്രസാദമുള്ള കാര്യമല്ല. മതഭക്തി എന്ന് കരുതി ഞാൻ ചെയ്തിരുന്നതൊക്കെയോ ഞാൻ ചെയ്തിരുന്ന പാപങ്ങളാണ്. പള്ളി സംരക്ഷിക്കാൻ ആസിഡ് ബൾബ് എറിഞ്ഞതോ, സെമിത്തേരി സംരക്ഷിക്കാൻ വടിവാളെടുത്തതോ, സഭയെ സംരക്ഷിക്കുവാൻ തക്കവണ്ണോ ഫേസ്ബുക്കിൽ എഴുതി കുറിച്ചതുമൊന്നോ ദൈവവേലയ്ക്കും ദൈവരാജ്യത്തിനും മഹത്വമായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. അതൊക്കെ ദൈവപ്രവർത്തിക്കെതിരായിരുന്നുവെന്നുള്ള തിരിച്ചറിവിനകത്ത് അവൻ വാഹനമൃഗത്തിനകത്തുനിന്ന് താഴെ വീണോ. അവൻ അവിടെ നിന്ന് യേശുവിനെ കണ്ടോ. അവിടെ നിന്ന് അവൻ പുറപ്പെടുമ്പോൾ അവൻ്റെ പുറമേയുള്ള കണ്ണുകൾ അടഞ്ഞു. പക്ഷേ അവൻ്റെ അകക്കണ്ണുകൾ പ്രകാശിക്കുവാൻ തുടങ്ങി. ലോകത്തിൻ്റെ മനോഹാരിത കാണുന്ന കണ്ണുകൾ അടഞ്ഞപ്പോൾ സ്വർഗീയ തേജസ്സിനെ കാണുന്ന കണ്ണുകൾ തുറക്കപ്പെട്ടവനായി കടന്നുപോയി. ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം ദൈവത്തിൻ്റെ പൈതലേ, സ്വർഗത്തിൽ നിന്നൊരു വെളിച്ചം ഇറങ്ങി വന്നോ. സ്വർഗത്തിൽ നിന്നൊരു വെളിച്ചം ഇറങ്ങി വന്നോ. അകക്കണ്ണുകൾ പ്രകാശിപ്പിക്കുവാൻ, സ്വർഗീയ ദർശനം നൽകുവാൻ, പാപത്തിൻ്റെ ബോധം വരുവാൻ, മാനസാന്തരത്തിലേക്ക് വഴിതിരിയുവാൻ എൻ്റെ ദൈവം യേശു സ്വർഗത്തിൽ നിന്ന് വെളിച്ചമായി ഇറങ്ങി വന്നോ. ഞാനിനിയും പാപത്തിൽ ജീവിക്കുവാനല്ല, ഞാനിനിയും പാപത്തിന് അടിമപ്പെടുവാനല്ല, അറിവ് നൽകിയ പകയ്ക്കകത്തും വൈരാഗ്യത്തിനകത്തും ജീവിക്കുവാനല്ല, പകരം ജാതികളുടെയും രാജാക്കന്മാരുടെയും അധികാരസ്ഥന്മാരുടെയും മുൻപിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പാത്രമായി ഇരിപ്പാൻ തക്കവണ്ണ ഇന്ന് പകൽക്കാലം ഞാൻ ഒന്ന് പറയട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വെളിച്ചം നിന്റെ മേൽ അടിക്കുമ്പോൾ അത് നിന്നെ ഒരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകാം. ആ മാനസാന്തരമാണ് നിന്റെ മേലുള്ള ദൈവ പദ്ധതിയെ, നിന്റെ മേലുള്ള ദൈവ നിയോഗത്തെ, നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നത്. ഇന്ന് പകൽക്കാല ഗമാലിയേലിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന യാതൊരു അഭ്യസ്ത വിദ്യകളും തന്നെ തൻ്റെ വാഗ്ദത്തത്തിലേക്ക് നയിക്കാതിരിക്കുമ്പോൾ, തൻ്റെ പ്രതീക്ഷയിലേക്ക് നയിക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വെളിച്ച ആ മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രയോജനമുള്ള വാഗ്ദത്തങ്ങളുടെ പങ്കാളിയാക്കി ചരിത്രത്തിന് മായ്ക്കാൻ കഴിയാതെ കാലഘട്ടങ്ങൾക്ക് 21 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന യേശു എന്ന നാമത്തിനോട് ചേർത്ത് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രസംഗിക്കപ്പെട്ട നാമം അത് പൗലോസിൻ്റെതായി തീർന്നുവെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വെളിച്ചത്തെ കണ്ടവനാണ്. ഇന്ന് പകൽക്കാല സ്വർഗത്തിൽ നിന്നൊരു വെളിച്ചം എൻ്റെ മേൽ വീശട്ടെ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ജനത്തോട് ഞാൻ പറയുകയാണ്, നിന്റെ കുടുംബത്തിൽ ആര് പാപത്തിൽ സഞ്ചരിച്ചാലും, നിന്റെ സഹോദരങ്ങളിൽ ആര് പാപത്തിൽ സഞ്ചരിച്ചാലും അവനെ രക്ഷിപ്പാൻ ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെയും ആവശ്യകത ദൈവത്തിനില്ല. അവനെ രക്ഷിപ്പാൻ ഒരു സൈക്കോളജിസ്റ്റിന്റെ ആവശ്യം ദൈവത്തിനില്ല. അവനെ രക്ഷിപ്പാൻ ഒരു കൗൺസിലിംഗിന്റെയും ആവശ്യം ദൈവത്തിനില്ല. ശൗൽ ദൈവ മനുഷ്യനായി തീർന്നത് ഒരു ഡി അഡിക്ഷൻ സെന്ററിലല്ല. ശൗൽ ദൈവ മനുഷ്യനായി തീർന്നത് ഒരു കൗൺസിലിംഗിനകത്തല്ല. ശൗൽ ദൈവ മനുഷ്യനായി തീർന്നത് ഒരു ധ്യാനം കൂടിയപ്പോഴല്ല. A light from heaven. Receive the light. Receive the light. Receive the light. Receive the light. നിന്റെ പ്രകാശം വരികയാണ്. പാപത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന വെളിച്ചം, പാപത്തിന്റെ ശാപത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന വെളിച്ചം, ഇന്ന് പകൽ നിന്റെ വെളിച്ചം അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. നിന്റെ വെളിച്ചം ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. പാപം ഇരുട്ട് വിതച്ച കുടുംബമേ, പാപം നശിപ്പിച്ച കുടുംബത്തിന്റെ ഇരുട്ട് നിന്റെ മേൽ യേശു എന്ന വെളിച്ചം.
യേശു എന്ന വെളിച്ചം. രണ്ടാമത്തെ, യേശു വെളിച്ചമായി വരുമ്പോൾ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. രണ്ട്, യേശു വെളിച്ചമായി വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, റാസക്കറ്റേൽ റാൽട്ടിമിഹസ് ലോർഥാനിയ. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു മാസ്റ്റർ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ലാസ്കേരി നസാത്തോലി റിഖേനി മാർത്തേനി ലാസ് മാർത്തോലി. പാപത്തിൽ നിന്നൊരു മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ മാത്രമല്ല യേശു വെളിച്ചമായി ഇറങ്ങി വരുന്നത്. പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട മനുഷ്യനെ അവന്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് സാത്താൻ വെറുതെ വിടത്തില്ല, അവൻ അടങ്ങിയിരിക്കത്തില്ല. 430 സംവത്സരം തൻ്റെ സാമ്രാജ്യത്തിന് കീഴിൽ അടിമപ്പണി ചെയ്ത് കൂലിയില്ല വേല ചെയ്ത ഇസ്രായേൽ എന്ന ഒരു കുടുംബരാഷ്ട്രം അവിടെ നിന്ന് ഒരു ജാതിയായി പുറപ്പെട്ടു പോകുന്നത് കണ്ടിട്ട് ഫറവോൻ പറഞ്ഞു, ഇവൻ നമ്മുടെ കൂടെ നിൽക്കേണ്ടിയവനാ, ഇവനെ കൊണ്ട് നമുക്ക് ലാഭമുണ്ടാക്കേണ്ടിയതാ. നീ പാപത്തിന്റെ അടിമനുഖത്തിൽ കിടക്കുമ്പോൾ നിന്നെ കൊണ്ട് പലർക്കും പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ നീ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ അവൻ വെറുതെ ഇരിക്കത്തില്ല, അവൻ നിന്നെ ചേസ് ചെയ്യുക. അത് വിവിധ ഭാഗങ്ങളിൽ ചേസ് ചെയ്യുക. ചിലരെ പഴയ പാപമായിട്ടലട്ടോ, ചിലരെ രോഗമായിട്ടലട്ടോ, ചിലരെ സാമ്പത്തിക ഞെരുക്കമായിട്ടലട്ടോ, ചിലരെ നിരാശയായിട്ടലട്ടോ, ചിലരെ പൈശാചിക ഉപദ്രവമായിട്ടകട്ടോ അലട്ടോ, ചിലരെ മാനസിക ഉപദ്രവമായിട്ടലട്ടോ. പക്ഷേ അതിൻ്റെ നടുവിലും നിനക്ക് വേണ്ടി ദമസ്കോസിന്റെ പടിവാതിൽക്കൽ മാത്രമല്ല, കാരാഗ്രഹത്തിന്റെ അകത്തും അവൻ വെളിച്ചമായി ഇറങ്ങി വരും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നീ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ കണ്ട് ഇറങ്ങി തിരിച്ചോ. പക്ഷെ ശത്രു നിന്നെ വല്ലാതെ വേട്ടയാടുമ്പോൾ ഇന്ന് പകൽ നിന്റെ തടവറയ്ക്കകത്ത്, നിന്റെ പ്രതികൂലത്തിനകത്ത്, നിന്റെ വെല്ലുവിളിക്കകത്ത് അവൻ ഒരു വെളിച്ചമായി ഇറങ്ങി വരും. അതാണ് അപ്പോസ്തല പ്രവൃത്തി 12:7. അതാണ് അപ്പോസ്തല പ്രവൃത്തി 12:7. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. മലയാളത്തിൽ അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചുവെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ വളരെ മനോഹരമാണ്. ആൻഡ് എ ലൈറ്റ് ഷൈൻഡ് ഇൻ ദ പ്രിസൺ, എ ലൈറ്റ് ഇൻ ദ പ്രിസൺ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എനിക്കൊരു വെളിച്ചമുണ്ട്? എ ലൈറ്റ് ഇൻ ദ പ്രിസൺ, എ ലൈറ്റ് ഇൻ ദ പ്രിസൺ, എ ലൈറ്റ് ഇൻ ദ പ്രിസൺ. ഒരു പക്ഷേ നീ ഒരു രോഗത്തിന്റെ പ്രിസണിലായിരിക്കുക, നീ ഒരു അപമാനത്തിന്റെ പ്രിസണിലായിരിക്കുക, നീ ഒരു ശാപത്തിന്റെ പ്രിസണിലായിരിക്കുക, നീ ഒരു മാനുഷിക വെല്ലുവിളിയുടെ പ്രിസണിലായിരിക്കുക, നീ ഒരു രാഷ്ട്രീയത്തിന്റെ പ്രിസണിനകത്തായിരിക്കുക, നീ ഒരു സങ്കടത്തിന്റെ പ്രിസണിനകത്തായിരിക്കുക, നീ ഒരു കടഭാരത്തിന്റെ പ്രിസണിനകത്തായിരിക്കുക. പക്ഷേ ആ പ്രിസണിനകത്ത് a light shined in the prison, a light shined in the prison. To deliver you from the prison. You are no more a prisoner, you are free. Lasi Martenia, Larto Nasi Kateni, Las Martenia. എന്നുവരെ പ്രിസണിനകത്ത് പത്രോസ് ഇരിക്കുന്നു, അവന്റെ പേര് പ്രിസണർ എന്ന. പക്ഷേ അവനെ ലോകം കാണുന്നത് പ്രിസണർ എന്ന. അവന്റെ അകത്ത് നിയോഗം കിടപ്പുണ്ട്, അവന്റെ അകത്ത് അഭിഷേകം കിടപ്പുണ്ട്. പക്ഷെ ലോകം അവനെ വിളിക്കുന്നത് പ്രിസണർ എന്നാണ്. പക്ഷെ വെളിച്ചം പ്രകാശിച്ച രാത്രിയിൽ, ഇരുമ്പറ തുറന്ന രാത്രിയിൽ, പട്ടണവാതിൽ തുറന്ന രാത്രിയിൽ, ചങ്ങല അഴിഞ്ഞ രാത്രിയിൽ അവന്റെ മേൽ വീണ ഐഡന്റിറ്റി, അവന്റെ അപ്പോസ്റ്റൽഷിപ്പ്, അവന്റെ പ്രൊഫറ്റിക്കൽ റോൾ അവനിലേക്ക് റിസ്റ്റോർ ചെയ്യപ്പെട്ടു. ഇന്ന് പകൽ no more a prisoner, but the Lord is restoring the commission of you. Holy, 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 holy. Amen. A light in the prison. A light in the prison.
ഇന്ന് പകൽ നീ ഒരു പക്ഷേ ഒരു പ്രിസണിനകത്തായിരിക്കാം. ഐ പ്രൊഫസൈ ഓൺ യു, എ ലൈറ്റ് ഷാൽ ഷൈൻ ഓൺ യുവർ പ്രിസൺ. നിന്റെ അകത്ത്, നിന്റെ കുടുംബത്തിന്റെ അകത്ത് പിശാചി കെട്ടിയുണ്ടാക്കിയ കാരാഗ്രഹത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കെതിരെ പിശാചി കെട്ടിയുണ്ടാക്കിയ കാരാഗ്രഹത്തിനകത്ത് എ ലൈറ്റ് ഷാൽ ഷൈൻ. ജീസസ്, ജീസസ്, ജീസസ്. Holy Spirit, a light shined in the prison. A light shined in the prison. ഇന്നത്തെ നിന്റെ തടവറയ്ക്കകത്ത്, ഇന്നത്തെ നിന്റെ പ്രതികൂലത്തിനകത്ത്, ഇന്നത്തെ നിന്റെ യുദ്ധത്തിനകത്ത് ഒരു വെളിച്ചം പ്രകാശിക്കും. ഒരു വെളിച്ചം പ്രകാശിക്കുന്നേ, ഒരു വെളിച്ചം പ്രകാശിക്കുക. ഹെരോദാവിന്റെ പദ്ധതി താറുമാറാകുക, കാരാഗ്രഹത്തിന്റെ പൂട്ടുകൾ തകരുക, പട്ടണവാതിലുകൾ തുറക്കുക, 1-2 കാവലുകൾ നീ കടക്കുക. നീ നിന്റെ സഭയ്ക്കകത്ത് തിരിച്ചു വരോ, നീ കാണേണ്ടവരെ കാണോ, സ്വപ്ന തുല്യമായി നീ മടങ്ങി വരോ. കാരണം the light is shining in the prison. Amen. പത്രോസിന്റെ കാരാഗ്രഹത്തിൽ മാത്രമല്ല, നിന്റെ കാരാഗ്രഹത്തിലും ആ വെളിച്ചം പ്രകാശിക്കും. ജീസസ്, ജീസസ്. ആമേൻ. ഹെരോദാവ് കാത്തിരിക്കുന്നത് നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു വെളിച്ചം വരും. സൂര്യൻ ഉദിക്കുന്ന വെളിച്ചത്തിൽ പത്രോസിനെ നശിപ്പിച്ചു കളയും. പക്ഷേ സൂര്യൻ ഉദിക്കുന്ന വെളിച്ചത്തിന് മുൻപേ സ്വർഗത്തിലെ വെളിച്ചം ഇറങ്ങി വന്നോ. ലോകത്തിൻ്റെ വെളിച്ചത്തിന് മുമ്പേ ദൈവത്തിൻ്റെ വെളിച്ചം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ഇന്ന് പകൽ വിശ്വസിക്കുക. ആമേൻ. യേശു വെളിച്ചമായി ഇറങ്ങി വന്നു, അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. തീർന്നില്ല, അടുത്ത തലത്തിൽ മാനസാന്തരപ്പെട്ടവനെ വിടുതലിലേക്ക് കൊണ്ടുവരുന്നു. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ്, 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ആമേൻ. സെബൂലിലും നഫ്താലിയിലും ജാതികളുടെ ഗലീലയിലും ഇരിക്കുന്ന ജനത്തിനു വേണ്ടി പറഞ്ഞൊരു ദൂത്. അതിങ്ങനെയാണ് പറഞ്ഞത്: ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടോ. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, മത്തായി 4:15, മരണത്തിൻ്റെ നിഴലിലും മരണത്തിൻ്റെ ദേശത്തിലും ഇരിക്കുന്നവർ ആമേൻ പ്രകാശത്തെ കണ്ടോ. അവിടെ മരണത്തെ 2 ഭാഗമായിട്ടാണ് പറയുന്നത്. മരണത്തിൻ്റെ നിഴൽ, ഒരു നിഴലെന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിത്വത്തെയാണ് പറയുന്നത്. അപ്പോൾ മരണം ഒരു വ്യക്തിയായി, മരണം ഒരു ഫേസ് ടു ഫേസ് എൻകൗണ്ടറിലേക്ക് നിന്റെ അടുക്കൽ വരിക. എന്നാൽ അടുത്തതായിട്ട് പറയുകയാണ്, മരണം ഒരു പേഴ്സണാലിറ്റി, ഒരു പേഴ്സണൽ വാർഫെയർ അല്ല, ഒരു റീജിയണെ മുഴുവനും എന്ത് ചെയ്യുകയാണ്, മരണം പിടിച്ചു വെക്കുകയാണ്. എനിക്ക് തോന്നുന്നു 14-ാം വാക്യത്തിലാണ് ഇംഗ്ലീഷിൽ നിന്ന്. ആമേൻ. റീജിയൺ ഓഫ് ഡെത്ത് അല്ല, 16-ാം വാക്യത്തിൽ റീജിയൺ ഓഫ് ഡെത്ത്. ആമേൻ. അവിടെ പറയുകയാണ്, ആമേൻ, ഇൻ ദ റീജിയൺ ആൻഡ് ഷാഡോ ഓഫ് ഡെത്ത്. ഇന്ന് പകൽക്കാല ഒരുപക്ഷെ ഡെത്ത്, മരണം നിന്റെ നേരെ ഒരു വ്യക്തി പോലെ നിന്ന് യുദ്ധം ചെയ്യുകയായിരിക്കാം. ഒരു പക്ഷെ നീ ആയിരിക്കുന്ന റീജിയണെ മുഴുവനോ ആ മരണം അധികാരപ്പെടുത്തിയിരിക്കുകയായിരിക്കാം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഒരു പേഴ്സണൽ വാർഫെയർ ആകട്ടെ, ഒരു ടെറിട്ടോറിയൽ വാർഫെയർ ആകട്ടെ, യേശു പറയുകയാണ്, ഞാൻ ഇതാ വെളിച്ചമായി ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. പ്രകാശം വന്നു. അവിടെ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്, ജാതികളുടെ ഗലീല. അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ജാതികളുടെ ഗലീല. എന്താണ് ജാതികളുടെ ഗലീല എന്നറിയാമോ? ഈ ഗലീലയിൽ ഒത്തിരി യഹൂദന്മാരുണ്ട്. പക്ഷേ ഈ യഹൂദന്മാരോടുകൂടെ ഒത്തിരി മറ്റ് ജാതികൾ ഇടകലർന്ന് താമസിക്കുകയാണ്. ആകയാൽ ഈ പുരോഹിതരിലും ലേവ്യരിലും യഹൂദ്യരിലും ശ്രേഷ്ഠരായിട്ടുള്ളവരൊക്കെ യെരൂശലേമിൻ്റെ നല്ല പോഷ് ഏരിയ പിടിച്ചപ്പോൾ പാവങ്ങളും ദരിദ്രരും ഔട്ട്കാസ്റ്റഡുമായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തെന്നറിയാമോ? അവർ ഗലീലയിലേക്ക്, ജാതികളുടെ ഇടയിലേക്ക് പോയി. അപ്പോൾ യെരൂശലേമിൽ ജീവിക്കുന്ന യഹൂദന്മാർക്കൊരു ചിന്തയുണ്ട്, വി ആർ ദ പ്യൂറസ്റ്റ് ജ്യൂ. അവനൊന്നും അത്ര സ്റ്റാൻഡേർഡ് ഉള്ളവനല്ല, അവനൊന്നും ക്ലാസ് ഉള്ളവനല്ല. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, ക്ലാസ് ഉള്ളവൻ യെരൂശലേമിൽ നിൽക്കുമ്പോൾ ക്ലാസ് ഇല്ലാത്തവൻ്റെ ഗലീലയിലേക്ക് കടന്നു ചെന്ന്, ഔട്ട്കാസ്റ്റഡിൻ്റെ ഗലീലയിലേക്ക് കടന്നു ചെന്ന്, തള്ളപ്പെട്ടവൻ്റെ ഗലീലയിലേക്ക് കടന്നു ചെന്നിട്ട് കർത്താവ് വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്റെ വെളിച്ചമാണ്, ഞാൻ നിന്റെ വെളിച്ചമാണ്, ഞാൻ നിന്റെ വെളിച്ചമാണ്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ഫ്രം ദ സിൻ, പാപത്തിൽ നിന്ന് ഒരു റിപ്പൻറ്റൻസ്, പ്രതികൂലത്തിൽ നിന്ന്
ഒരു ഡെലിവറൻസ്. അവിടെ കൊണ്ട് തീരുന്നില്ല വെളിച്ചത്തിൻ്റെ പ്രത്യേകത. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ്റെ മുമ്പിൽ ഒരു കേസ് വരികയാണ്. രാവിലെ കുഞ്ഞിന് മുലകൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. അടുത്ത ശേഷം വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറേ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല എന്ന് കണ്ടു. വെളിച്ചമായ ശേഷം ഞാൻ സൂക്ഷിച്ചു നോക്കിയാറേ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല എന്ന് കണ്ടു. ആമേൻ, സ്തോത്ര. രാവിലെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ എഴുന്നേറ്റപ്പോൾ കുഞ്ഞ് മരിച്ചത് കണ്ടോ. പക്ഷേ അത് തൻ്റെ കുഞ്ഞ് മരിച്ചുവെന്നാണ് ചിന്തിച്ചത്. തലേ രാത്രിയിൽ പറ്റിയ ചതി അറിഞ്ഞില്ല. ഇരുട്ടിനകത്ത് ആ സ്ത്രീ എന്ത് ചെയ്തെന്നറിയാമോ? ഇരുട്ടിനകത്ത് ആ സ്ത്രീ ചതിക്കപ്പെട്ടോ. എന്നാൽ ഇരുട്ട് മാറുന്നിടം വരെ അവൾ ചതിക്കപ്പെട്ട ഇടത്തുനിന്ന് അവസ്ഥയിൽ നിന്ന് അവൾക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അവൾ ഏറ്റ ചതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷെ വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, എൻ്റെ കുടുംബത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ ഇത് സംഭവിച്ചിട്ടില്ല, ഇതിൻ്റെ പുറകിൽ ഒരു ചതിയുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവ് നിന്റെ മേലൊരു വെളിച്ചമായി ഇറങ്ങി വരുമ്പോൾ ചില ചതിയുടെ രേഖകളെ, ചില ചതിയുടെ ചരിത്രങ്ങളെ കർത്താവ് കീറുകയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? നീ വിശ്വസിച്ചവർ നിന്നെ ചതിച്ചോ, നിന്റെ കൂടെ ആരാധിച്ചവർ നിന്നെ ചതിച്ചോ, നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചവർ നിന്നെ ചതിച്ചോ, നീ സ്നേഹിച്ചവരും വിശ്വസിച്ചവരോ നിന്നെ ചതിച്ചോ. പക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. എന്നാൽ ചതിയുടെ മുറിവേറ്റ, വഞ്ചനയുടെ മുറിപ്പാടേറ്റ നിന്റെ മേൽ സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ആമേ, ഞാൻ നിനക്ക് ഒരു വെളിച്ചമാകാം. നീ എവിടെയാണ് ചതിക്കപ്പെട്ടത്, നീ എവിടെയാണ് വഞ്ചിക്കപ്പെട്ടത്, എവിടെയാണ് നീ തകർക്കപ്പെട്ടതെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. ഇന്ന് പകൽക്കാല ചില വർഷങ്ങളായി ഒരു ചതിക്കകത്ത് കിടക്കുന്ന കുടുംബത്തിന്റെ മേൽ ഇന്ന് ദൈവത്തിന്റെ പ്രകാശം വീഴുകയാണ്. ഇന്ന് ദൈവത്തിന്റെ പ്രകാശം വീഴുകയാണ്. ഇതാ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം ഒരു കുടുംബത്തെ ടച്ച് ചെയ്യുന്നു. നീ എവിടെ തൊട്ടാലും ചതിയാ, നീ എവിടെ തൊട്ടാലും വഞ്ചനയാ, നീ ആരെ വിശ്വസിച്ചാലും ചതിയാ, നീ ആരെ വിശ്വസിച്ചാലും വഞ്ചനയാ. കൂടിരുന്ന് പ്രാർത്ഥിച്ചവരോ കൂടിരുന്ന് ഉപവസിച്ചവരോ പോലും നിന്നെ വഞ്ചിക്കുമ്പോൾ ഇന്ന് പകൽ ചതിയുടെ മുറിവിനെ മാറ്റുന്ന ദൈവകരം. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ടെ, കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞോട്ടെ. ഇന്ന് പകൽക്കാല some darkness of deception, some darkness of deception, ഇന്ന് പകൽ കർത്താവ് അതിനെ മാറ്റിക്കളയുകയാണ്. Some darkness of deception, എൻ്റെ ദൈവം അതിനെ നീക്കിക്കളയുകയാണ്. You are in the darkness of deception. നീ ചതിയുടെ ഇരുട്ടിനകത്താണ്, നീ ചതിയുടെ ഇരുട്ടിനകത്താണ്, നീ വല്ലാത്ത ഇരുട്ടിനകത്ത്. കാരണം നിന്നെ ചിലര് ചതിച്ചു, നിന്നെ ചിലര് പറ്റിച്ചു, നീ ചില വഞ്ചനയുടെ മുറിവുകൾക്കകത്ത. But in this service right now a light is shining upon you. Kularama Sandarajana Lartheni Maragadaga Siambravarchania. Holy Spirit. 1 രാജാ 3:21 ഒരു വെളിച്ചം, ഒരു വെള്ളേറ്റ ചതിയുടെ ചരിത്രം മാറ്റുകയാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യം, യോഹന്നാൻ 3:21, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. കണ്ടോ, സത്യം പ്രവർത്തിച്ചു. അവൻ്റെ ലൈഫിനകത്തൊരു സിൻസിയറിറ്റി ഉണ്ടായിരുന്നു, അവൻ്റെ ലൈഫിനകത്തൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ പലരും ചേർന്ന് അത് ഇരുട്ടിനകത്ത് മാറ്റി. പക്ഷേ സത്യം പ്രവർത്തിച്ചവന് കയറി ചെല്ലാൻ ഒരിടം, അത് വെളിച്ചമാണ്. ഇന്ന് പകൽക്കാല നിന്റെ പരമാർത്ഥത വെളിപ്പെടുത്താൻ, നിന്റെ പരമാർത്ഥത മനുഷ്യൻ 1000 പേർ ഇരുട്ടുകൊണ്ട് നിനക്കെതിരെ നിഴലിട്ട് ഓട്ടയടയ്ക്കുമ്പോൾ ഇന്ന് പകൽക്കാല നിന്റെ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടി കയറി നിൽക്കുന്ന, നിന്റെ വിശ്വസ്തതയ്ക്ക് വേണ്ടി, നിന്റെ പരമാർത്ഥതയ്ക്ക് സാക്ഷ്യം പറയുവാൻ ഒരു വെളിച്ചമായി നിന്റെ ഉപവാസത്തിന്, നിന്റെ കണ്ണുനീരിന്, നിന്റെ പരമാർത്ഥതയ്ക്ക്, നിന്റെ അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ മുഴങ്കാലിലെ തഴമ്പിന്, നിന്റെ കണ്ണുനീരിന് വെളിച്ചത്തു കൊണ്ടുവരുന്ന ഒരു വെളിച്ചം. ജീസസ്
21 വാക്യത്തിൽ അത് അവസാനിക്കുന്നില്ല. 21 വാക്യത്തിൽ പറയുന്നത്, നന്മ പ്രവർത്തിക്കുന്ന നന്മ സത്യം പ്രവർത്തിക്കുന്നവനെ വെളിച്ചത്തിലേക്ക് വരും. അവൻ്റെ ഇൻറ്റഗ്രിറ്റി, അവൻ്റെ സിൻസിയറിറ്റി, അവൻ്റെ ട്രൂത്ത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. പക്ഷെ 20 വാക്യത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ? തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, വെളിച്ചം വരുമ്പോൾ ചിലരുടെ പ്രവർത്തികൾക്ക് രാഷ്ട്രീയത്തിൻ്റെ ബലം കൊണ്ടും നാട്ടുകാരുടെ ബലം കൊണ്ടും കൂട്ടുകാരുടെ ബലം കൊണ്ടും പണം കൊണ്ടും തങ്ങളുടെ പ്രവൃത്തിയെ ജസ്റ്റിഫൈ ചെയ്ത് തങ്ങളുടെ പ്രവൃത്തിയാ ശരിയെന്ന്, ഞങ്ങളാ ശരി, ഞങ്ങളാ മിടുക്കന്മാരെന്ന് പറഞ്ഞു നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വെളിച്ചം യേശുക്രിസ്തു ഇറങ്ങി നിന്നങ്ങോട്ട് പ്രകാശിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരും. രണ്ട് സൈഡാ പറയുന്നത്. ഒരിടത്ത് പറയുകയാണ് നിന്റെ ഇന്റഗ്രിറ്റിക്ക് പ്രതിഫലം തരുന്നതാണ് വെളിച്ചം. അതിനോട് ചേർത്ത് പറയുകയാണ്, അവൻ ചെയ്ത തിന്മ അവൻ്റെ കഴിവുകൊണ്ടും സംഘബലം കൊണ്ടും അവൻ അതിനെ നേരാം വണ്ണം അങ്ങ് വെളുപ്പിച്ചു. അവൻ നേരാം വണ്ണം വെളുപ്പിച്ചു. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ മണ്ണിൽ നമ്മളൊരു കാര്യം കേട്ടു. ഭയങ്കരമായ ചതിയുടെ കഥ ചൂണ്ടിക്കാണിച്ചപ്പോൾ പറഞ്ഞു, ചതിക്കപ്പെട്ടെങ്കിൽ പോയി തൂങ്ങിച്ചാകാൻ പറഞ്ഞു. രാഷ്ട്രീയ കേരളം ഇന്നുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും നീചമായ മറുപടി. നീ ചതിക്കപ്പെട്ടെങ്കിൽ, ഞങ്ങൾ ചതിച്ചിട്ട് നിനക്കറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ പോയി തൂങ്ങിച്ചാകാൻ പറഞ്ഞു. പക്ഷേ ലോകത്തിൻ്റെ കോടതികൾക്കോ ലോകത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകൾക്കോ ലോകത്തിൻ്റെ സംവിധാനങ്ങൾക്കോ ഒരുപക്ഷെ ആ ന്യായത്തെയും സത്യത്തെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽ നീ ഒരു കാര്യം അറിയണം. തിന്മ പ്രവർത്തിച്ചവൻ്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരുത്തുവാൻ കഴിയുന്ന ഒരു വെള്ള സിംഹാസനം, ഒരു ന്യായവിധിയുടെ സിംഹാസനം നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. ജീസസ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 27-ാം അധ്യായം. അദ്രിയക്കടലിൽ അലക്സാണ്ട്രിയ കപ്പൽ അലയുന്ന പൗലോസും കൂട്ടരും തടവുപുള്ളികളെന്ന് വിധി എഴുതി റോമിലേക്ക് നാടുകടത്തപ്പെടുന്നവർ. പക്ഷേ അദ്രിയക്കടലിൽ ആടിയുലയുന്ന കപ്പലിൽ അവർ ദിനരാത്രങ്ങൾ കഴിക്കുകയാണ്. എന്നാൽ 27-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 27-ാം അധ്യായം 39-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്നവർ അറിഞ്ഞില്ല എങ്കിലും കരയുള്ള ഒരു തുറ കണ്ടു. ആമേൻ. അത് മലയാളത്തിൽ അത് ഒറ്റ വാക്കിൽ അങ്ങ് പറയുകയാണ്, കരയുള്ള ഒരു തുറ കണ്ടു. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിൽ അത് ശ്രദ്ധിച്ചാൽ കാണാം, when it was day they discovered a certain creek with a shore. They discovered a land. വെളിച്ചം വന്നു കഴിഞ്ഞപ്പോൾ അവരെന്ത് കണ്ടെന്നറിയാമോ? അവർ കരയുള്ളൊരു തുറ കണ്ടു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, ഞാൻ ചില യൗവനക്കാരോട് വ്യക്തിപരമായി പറയുകയാണ്, നിനക്കൊരു വെളിച്ചം വരികയാണ്. A light is shining for you. നീ കുറെ നാളായി അലയുകയാണ്. നീ കുറെ നാളായി ചുക്കാൻ്റെ കെട്ടഴിച്ചു വിട്ട്, നങ്കൂരം അറുത്ത്, പായ അഴിച്ചു വിട്ട്, കാറ്റിൻ്റെ ഗതി അനുസരിച്ച് നീ അലയുകയാണ്. തീരെ 1 മണിക്കൂർ നിന്നെ അങ്ങോട്ട് തള്ളോ, കാറ്റ് 1 മണിക്കൂർ നിന്നെ അങ്ങോട്ട് തള്ളോ. കാറ്റിലും തിരയിലും നീ എങ്ങോട്ടൊക്കെയോ അലയുകയാണ്. നിന്റെ ചുക്കാൻ പിടിക്കാൻ പറ്റുന്നില്ല. ഈ കപ്പൽ എങ്ങോട്ട് പോവുകയാണെന്ന് അറിയുന്നില്ല. നീണ്ട 14 രാത്രികൾ രാപ്പകലുകൾ അവർ നനച്ച ഒരു നിരൂപണമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും തകരത്തേയുള്ളോ, ഈ കപ്പൽ തകരോ, ഈ കടലിന് അദ്രിയ കടലിൽ നമ്മൾ മുങ്ങിത്താഴോ. പിന്നെ ഒരു കൂട്ടർ പറഞ്ഞു, എവിടെയെങ്കിലും ഒരു കല്ലിലിടിച്ച്, ചിലപ്പോൾ പാറക്കൂട്ടത്തിലോ എവിടെയെങ്കിലും ഇടിച്ചൊരു പക്ഷേ ഈ പടക് തകരുമായിരിക്കാം. പക്ഷേ നീണ്ട 14 രാത്രികൾ സൂര്യനോ ചന്ദ്രനെയോ കാണാതെ അവർ അലഞ്ഞു തിരിഞ്ഞ നീണ്ട 14 ദിവസത്തെ രാത്രിക്കപ്പുറം ഒരു വെളിച്ചം വന്നോ. ആ വെളിച്ചം വന്നപ്പോൾ
discovered a creek with a shore. അവർ ഒരു കരയുള്ള തുറ കണ്ടോ? ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു നിനക്ക് കരയുള്ള ഒരു തുറ, നിനക്ക് വെളിച്ചം നിന്നെ ഒരു ലാൻഡ് ഡിസ്കവറി ചെയ്യിപ്പിക്കാം. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു നീ എന്നും അലയത്തില്ല, നീ എന്നും ദിശ അറിയാതെ ഉയരത്തില്ല, നീ എന്നും കറങ്ങി തിരിയത്തില്ല, നീ എന്നും തെക്ക് വടക്ക് നടക്കത്തില്ല, നീ എന്നും കാറ്റിനാൽ മുമ്പോട്ട് പോകത്തില്ല, എന്നും നിന്നെ തിരെ ഒരിടത്തിട്ട് കറക്കത്തില്ല. ഇന്ന് പകൽക്കാലം ജീവിതത്തിനൊരു കര കാണാൻ കഴിയാതെ, ജീവിതത്തിൽ ഒരു കരയെ തൊടാൻ കഴിയാതെ നീ അലയുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ സങ്കീർത്തന ധ്യാനത്തിങ്കൽ പറഞ്ഞോ, പെരുവെള്ളത്തിൽ അവർ അലഞ്ഞു, പക്ഷേ ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുകയല്ല. ആ ദൃഷ്ടാന്തം അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ച, അവരെ ദൈവം ഒരു തുറമുഖത്തെത്തിച്ചു. ഇന്ന് പകൽക്കാലം നീ ഒരു തുറമുഖം കാണോ, നിനക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, നിനക്കൊരു ലാൻഡിംഗ് പോയിന്റ് ഉണ്ട്. എന്ന് നീ കര കാണാ കടലിൽ കിടന്നലയത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു വെളിച്ചം നിനക്ക് വേണ്ടി പ്രകാശിക്കുകയാണ്. നിന്നെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, നിന്നെ കരയുള്ള ഒരു തുറയിലേക്ക്, നിന്നെ കരയുള്ള ഒരു തുറയിലേക്ക്, നിന്നെ കരയുള്ള ഒരു തുറയിലേക്ക്. ലാർസിമിനി ഹർഥാനിയ റാലകടലക സിയൈതാനിയ ലാർതിനിമിനി ഹോലബഹർതേനിയ. കരയുള്ള ഒരു തുറ കണ്ടോ? കരയുള്ള ഒരു തുറ. എന്താണ് കരയുള്ള തുറയുടെ പ്രത്യേകത എന്നറിയാമോ? ഞാനിതിനെ തിരിച്ചു പറയാം. തുറയുള്ള ഒരു കര കണ്ടോ? തുറയുള്ള ഒരു കര കണ്ടോ? അമേൻ. വെറും ഒരു കരയാണെങ്കിൽ, അമേൻ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലേക്കൊക്കെ പോയാൽ ഇന്നും അവിടുത്തെ ചെറുദ്വീപുകൾ ഒത്തിരിയുണ്ട്, കരയാണ്, പക്ഷേ അവിടെ തുറയില്ല. ആകയാൽ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരുത്തൻ പടകുമായിട്ട് ആ ദ്വീപിനടുത്തേക്ക് ചെന്നാൽ ആ ദ്വീപിലുള്ളവർ എന്ത് ചെയ്യോ? മനുഷ്യവാസമുള്ളവരല്ല, മനുഷ്യരുമായി സഹകരണമുള്ളവരല്ല. അവർ വിഷം തൊടുത്ത അമ്പുകൾ എയ്തിട്ട് ഇവനെ കൊന്നുകളയോ. പക്ഷെ തുറയുള്ള കരയിൽ ചെന്നാൽ എന്താണെന്നറിയാമോ? അമ്മേ, കൊച്ചിയുടെ തീരത്ത് ഒരുവൻ ആശ്രയം തേടി വന്നു കഴിഞ്ഞാൽ തുറയുള്ളത് കൊണ്ട് കോസ്റ്റൽ ഗാർഡ് വരട്ടെ നോക്കാമെന്ന് പറയത്തില്ല. അമ്മേ, സിഗ്നൽ പോയ ഒരു കപ്പല്, അമ്മേ, സിഗ്നൽ പോയ ഒരു പടക് കൊച്ചി തീരത്ത് അലഞ്ഞു തിരിയുകയാണെങ്കിൽ കോസ്റ്റ് ഗാർഡ് ചെന്ന് പിടിച്ചെടുത്ത് അവനെ കരയ്ക്ക് കൊണ്ടുവരാ. തുറയുള്ള ഒരു കര എന്ന് പറഞ്ഞാൽ നിനക്ക് സാധ്യതയുള്ള ഒരു കര, നിനക്ക് സാധ്യതയുള്ള ഒരു കര. ജീസസ്. ഇനി അടുത്ത പ്രശ്നം, കരയില്ലാത്ത തുറയാണെങ്കിൽ സാധനമെല്ലാം ചെന്ന് ഡംപ് ചെയ്യാനുള്ള ഒരു പക്ഷേ ഒരു യാർഡായിരിക്കാം. അതിൻ്റെ പിമ്പിൽ വലുതായിട്ടുള്ള ആൾത്താമസമൊന്നും കാണത്തില്ല. ഈ 100-200-ലധികം പേരെല്ലാം കൂടെ അവിടെ കയറി ചെന്നാൽ ഇവരെങ്ങനെ അവിടെ കാലം കഴിക്കും? കണ്ടെയ്നർ ഷിപ്പുകൾ മാത്രം അടുക്കിയ, കണ്ടെയ്നറുകൾ മാത്രം അടുക്കിയിട്ട ഒരു യാർഡാണെങ്കിൽ അവിടെ ചെന്ന് മനുഷ്യൻ എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ കഴിയുകയില്ല, തകർന്നു പോകും. പക്ഷേ കർത്താവ് ആ തുറയുടെ പിമ്പിൽ ഒരു കര നൽകി. പൗലോസ് പറയുക, നമ്മൾ ഇത്രയും പേരെയും ഉൾക്കൊള്ളാൻ ആ കരയ്ക്ക് കഴിയും. നമുക്കിത്രയും പേർക്കും ഫുഡ് തരാൻ അവർക്ക് കഴിയും. ദിവസങ്ങൾ എത്ര കഴിഞ്ഞാലും നമുക്കവിടെ താമസിക്കാം. 3 മാസം അവരെ കരയിൽ താമസിച്ചോ, അവിടെ നിന്ന് ഏറിയ സമ്മാനങ്ങളും വാങ്ങി അവർ പുറപ്പെട്ടോ. ഇന്ന് പകൽക്കാലം വെളിച്ചം നിന്നെ ഒരു കരയുള്ള തുറയിലേക്ക് കൊണ്ടുപോകാം. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ഒത്തിരിയായി നീ അലയാൻ തുടങ്ങിയിട്ട് നിനക്കൊന്ന് ഡിസ്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല, നിനക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ ഒരു വഴി, ജീവിതം ഒന്ന് നേരെയാകാൻ ഒരു വഴി, പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു വഴി, അമ്മേ, നിനക്കൊന്ന് ചാരാനൊരിട, നിന്റെ പിള്ളേരെ പിടിച്ചു കൊടുക്കാനൊരിട, നിന്റെ മോളെ പിടിച്ചൊരുത്തൻ്റെ കയ്യിലേൽപ്പിക്കാൻ ഒരുത്തനെ, നിന്റെ മകന് തുണയായി ഒരുത്തിയെ, നിനക്ക് വീട് വെപ്പാൻ ഒരു ഭൂമിയെ, നിനക്ക് ആരാധിപ്പാൻ ഒരു സ്ഥലത്തെ, നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൊച്ചിടത്തെ, നിനക്ക് വിശ്വസിപ്പാൻ ഒരുത്തനെ നീ ഇതുവരെ കണ്ടില്ല. പക്ഷെ വെളിച്ചമായപ്പോൾ they discovered a creek with a
ഷോർ. ഇന്ന് പകൽക്കാല നീ തിരിച്ചറിയണം. യെസ്, നീ ചിലതിനെ കണ്ടെത്തും. നീ ചിലതിനെ കണ്ടെത്തും. യു ഷാൽ ഡിസ്കവർ സം ക്രീക്ക്. യു ഷാൽ ഡിസ്കവർ സം ഷോർ. നിന്റെ നന്മയുടെ ഇടം, നിന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം, നിന്റെ ഹാബിറ്റേഷൻ, നിന്റെ ഡെസ്റ്റിനേഷൻ, നിന്റെ ട്രാൻസിറ്റ് പോയിന്റ്. ഇന്ന് പകൽക്കാലം ഏതൊക്കെ ശത്രു ഇരുട്ടു മൂടി നിന്റെ വഴി തടഞ്ഞ് നിന്നെ കടലിലിട്ട് അലയിച്ചോ, ഇന്ന് പകൽ ഈ ആരാധനയിൽ 14 ദിവസങ്ങളായി ഉദിക്കാതെ നിന്ന സൂര്യൻ, Holy Spirit, Holy Spirit, ഞാൻ കുഞ്ഞുങ്ങളുടെ മേൽ ശുശ്രൂഷിക്കുന്നു. ഞാൻ യൗവനക്കാരുടെ മേൽ ശുശ്രൂഷിക്കുന്നു. Holy Spirit, നീ കര കാണാതെ, നീ തുറ കാണാതെ ഒത്തിരി അലയുകയാ. 14 രാത്രിയായി സൂര്യനെ കണ്ടിട്ട്, 14 രാത്രിയായി നക്ഷത്രങ്ങളെ കണ്ടിട്ട്, കൂരിരുട്ടിൽ നീ കടലിൽ അലയുകയാ. ചുക്കാന്റെ കെട്ടഴിച്ച് നങ്കൂരെ വറുത്ത് നീ എങ്ങോട്ടെന്നില്ലാതെ അലയുകയാ. പക്ഷേ ഈ ആഴ്ചയിൽ ദൈവത്തിന്റെ വെളിച്ചം നിന്റെ ലൈഫിനകത്ത്, you shall see a shore, you shall see, you shall discover a creek with a shore. ഞാൻ അതിനെ ഒറ്റ സെന്റൻസിൽ ഇങ്ങനെ പറയുകയാണ്. All the darkness of uncertainties, അനിശ്ചിതത്വങ്ങളുടെ ഇരുട്ടിൽ നിന്ന് നിശ്ചിതത്വത്തിന്റെ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ചിലരെ ഡയറക്റ്റായി ഹിറ്റ് ചെയ്യുന്നു. അനിശ്ചിതത്വത്തിന്റെ ഇരുട്ടിൽ നിന്ന്, ഫ്രം ദ ഡാർക്ക്നെസ് ഓഫ് അൺസർട്ടനിറ്റി, ഫ്രം ദ ഡാർക്ക്നെസ് ഓഫ് ഇൻഫിനിറ്റീസ്, to a certain point, സാൽമാറാഥാനിയ. ഇന്ന് പകൽ ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന അധികാരത്തിൽ നിന്ന്, ദൈവം എൻ്റെ മേലിട്ട പ്രവാചക ധൈര്യത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുന്നു, ഈ ആഴ്ച നിന്റെ വിഷയത്തിനകത്തൊരു ഡിറ്റർമിനേഷൻ ഉണ്ടാകും. ഈ ആഴ്ച നിന്റെ വിഷയത്തിനകത്ത് from the darkness of uncertainty to the light of certainty. വെളിച്ചം, വെളിച്ചം, വെളിച്ചം നിന്നെ ചില ഡിസ്കവറിങ്ങുകളിലേക്ക് കൊണ്ടുപോകും, ചില ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും, ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. No more roaming, no more wandering. You shall move with a determination. You shall move with a determination. ഇന്ന് പകൽ നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. നിന്റെ കുടുംബജീവിതത്തിന്, നിന്റെ തൊഴിലിന് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. No more wandering. No more wandering. No more wandering. No more wandering. Jesus. വെളിച്ചം ഒരു മനുഷ്യനെ കരയുള്ളൊരു തുറയിലേക്ക്, തുറയുള്ളൊരു കരയിലേക്ക് കൊണ്ടുപോയി. എ ക്രീക്ക് വിത്ത് എ ഷോർ. തുറയുള്ളൊരു കരയിലേക്ക് കൊണ്ടുപോയി. ആ കരയിലേക്ക് അവൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെളിച്ചത്തിനകത്ത് അവർക്ക് എന്ത് കിട്ടിയെന്നറിയാമോ? അവരെ ചേർത്ത് കൊള്ളുന്ന ഒരു കൂട്ടായ്മ അവർക്ക് കിട്ടി. പുബ്ലിയോസും ദീപപ്രമാണിയും കുടുംബവും മുഴുവനും എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അവർ മുഴുവനും എന്ത് ചെയ്യുകയാണെന്നറിയാമോ? അവരെ ചേർത്ത് കൊള്ളുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഏകാന്തത ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമായി കരുതരുത്. കർത്താവിനെ അനുഗമിക്കുന്നവർ കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം, ചിലപ്പോൾ നമ്മളെ
നമ്മുടെ അടുക്കൽ ഫോൺ ചെയ്തിട്ട് പറയും, നമ്മളെപ്പോലുള്ളവരെല്ലാവരും ഇങ്ങനെയാണ്, നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ആരുമില്ല. തിരിച്ചു പറയണം, ഞാൻ നിങ്ങളെപ്പോലെ അല്ല, ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ചിലപ്പോൾ ഒരു വിശ്വാസി നിങ്ങളെ വിളിച്ചിട്ട് പറയും, പാസ്റ്റർക്ക് വലിയ ആൾക്കാരെയൊക്കെ ഇഷ്ടം, നമ്മളെപ്പോലുള്ളവരെ ഒന്നും കാര്യമല്ല. തിരികെ പറയണം, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ സഭയിലെ വലിയ ആള് തന്നെ. ഞാൻ ദൈവത്തിൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചിരിക്കുന്നത് വിലയേറിയവനും മാന്യനുമായിട്ടാണ്. ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് എപ്പോഴും പറയുന്നതെന്നറിയാമോ, നമ്മളെ ആർക്കും വേണ്ട. ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ ഒരുത്തൻ്റെ ലൈഫിൽ ഇൻഫീരിയോറിറ്റിക്ക് ഒരു പൊടി പോലും സാധ്യതയില്ല. നമ്മളെയൊക്കെ ആര് ഗൗനിക്കാനാ? സ്വർഗത്തിലെ ദൈവം നിന്നെ ഗൗനിച്ചില്ലേ? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിന്നെ ഗൗനിച്ചില്ലേ? 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ നിന്നെ ഗൗനിച്ചില്ലേ? ലക്ഷങ്ങളിൽ സുന്ദരൻ നിന്നെ ഗൗനിച്ചില്ലേ? പിന്നെയാണോ പേട്ട് മനുഷ്യൻ പോകാൻ പറയുന്നേ? ജീസസ്. അപ്പോൾ വെളിച്ചം ഉള്ള ഒരു മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഹി വിൽ ഓൾവേസ് ബി ഇൻ എ ഫെലോഷിപ്പ്. വെളിച്ചമുള്ള ഒരു മനുഷ്യൻ എപ്പോഴും എന്തായിരിക്കും എന്നറിയാമോ? അവനൊരു കൂട്ടായ്മയ്ക്കകത്തായിരിക്കും. അവനെപ്പോഴും നമ്മളോട് പണ്ടേ ഇങ്ങനെയാണ്, നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനെയാണ്. കാരണം യു ആർ ഇൻ ദ ഡാർക്ക്നെസ്. ഇത് ഞാൻ പറയുന്നതല്ല, ബൈബിൾ പറയുന്നതാണ്. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ we have fellowship with one another. നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് എന്തോ ഉണ്ട്? കൂട്ടായ്മയുണ്ട്. സ്തോത്രം. വെളിച്ചം ഒരു മനുഷ്യന്റെ മേൽ ഇറങ്ങുന്നത്, ഒരുപക്ഷെ നീ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒറ്റപ്പെട്ടവനായിരിക്കാം. നിന്റെ ബാല്യകാലത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ട മുറിവുകൾ ഉണ്ടായിരിക്കാം. നിന്റെ കൗമാരത്തിൽ ഒരുപക്ഷെ ലോകത്തിലെ കൂട്ടുകാർ നിന്നെ മാറ്റി നിർത്തിയേക്കാം. അതിൻ്റെ മുറിപ്പാടുകൾ നിന്റെ അകത്ത് കിടപ്പുണ്ടായിരിക്കാം. മേ ബി കളർ, കാസ്റ്റ്, ക്രീഡ്, നിന്റെ സൗണ്ട്, വോയിസ്, മോഡുലേഷൻ എല്ലാം അതിന് പല കാരണങ്ങളായിരിക്കാം. നിന്റെ ഹൈറ്റ്, വെയിറ്റ് ഒക്കെ അതിന് ബാധകമായിരിക്കാം. പക്ഷേ that's a story before you were salvation. നിന്റെ രക്ഷയ്ക്ക് മുമ്പുള്ള ചരിത്രമാണ്. പക്ഷെ നീ ദൈവത്തിങ്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, യേശുവിങ്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, യു ആർ അണ്ടർ ദ ലൈറ്റ്. നീ വെളിച്ചത്തിനകത്താണ്. നീ ഇനി ഒറ്റപ്പെടത്തില്ല. നിന്നെ ആർക്കും ഒറ്റപ്പെടുത്താൻ കഴിയുകയില്ല. പക്ഷേ എവിടെയെങ്കിലും ഇന്നും നീ ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നുവെങ്കിൽ, അവരെല്ലാം വലിയ പുള്ളികളാണ്, ഇവരെല്ലാം ഒരു ഗാങ് ആണ്, ഇവരെല്ലാം അങ്ങനെയാണ്, സഭയ്ക്കകത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, സഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, എന്നെ മാത്രം ആരും ഒന്നിലും കൂട്ടുന്നില്ല. യു ആർ ഇൻ ദ ഡാർക്ക്നെസ്. ഇഫ് യു ആർ വാക്കിംഗ് ഇൻ ദ ലൈറ്റ്, യു ഹാവ് ഫെലോഷിപ്പ്. യു ഹാവ് ഫെലോഷിപ്പ്. യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന ഒരുത്തനും ഒറ്റപ്പെട്ടവനല്ല. യേശുവിൻ്റെ അടുക്കലേക്ക് വന്നവൻ ആരും ഒറ്റപ്പെട്ടവനല്ല. യേശു മരുഭൂമിയിൽ പോയി ഒറ്റയ്ക്കിരുന്നു. യേശുവേ, ഇത്രയും ദിവസം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നേ? യേശു പറയും, ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, ഞാൻ എൻ്റെ പിതാവിനോട് കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടോ പിശാച് വന്നില്ലേ ആക്രമിക്കാൻ? പിശാച് വന്നപ്പോൾ ആരുണ്ടായിരുന്ന കൂടെ? ദൂതന്മാരുണ്ടായിരുന്നു എൻ്റെ കൂടെ. കൊച്ചുപദേശി തൻ്റെ ഈരടികളിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ. ദൈവത്തിൻ്റെ ദൂതനെന്നാണോ പറഞ്ഞത്? അല്ല, ദൂതന്മാരുടെ സംഘമത്രേ, ദൂതന്മാരുടെ സംഘമത്രേ. ആമേ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വെളിച്ചം കണ്ട ഒരു മനുഷ്യൻ ഞാൻ ഇനി അങ്ങ് ഒറ്റപ്പെടാമെന്ന് ചിന്തിച്ചാൽ പോലും ദൈവം എന്ത് ചെയ്യത്തില്ലെന്നറിയാവോ? സമ്മതിക്കത്തില്ല. ഏലിയാവ് ബാല്യക്കാരനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് മരിക്കാൻ പോവാ. ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു,
നിന്നെ ഒറ്റയ്ക്കിടാൻ ദൈവത്തിന് മനസ്സില്ലെന്ന് പറഞ്ഞു. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, ദൈവമേ നീ എത്ര ശ്രമിച്ചാലും ഒറ്റയ്ക്കാകത്തില്ല. യബ്ബോക്കിന്റെ കടവിങ്കൽ യാക്കോബ് ഇരുകൂട്ടത്തെ അക്കരെ കടത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇനി തനിയെ ശേഷിക്കുമെന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി നേരം വെളുക്കുന്നേരം വരെ കൂടെ നിന്നിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്താലും നിന്നെ ഒറ്റപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വെളിച്ചം കണ്ട ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ഒറ്റപ്പെടാനാവുകയില്ല. എന്നെ ഒറ്റപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഇന്ന് പകൽ കര ഉയർത്തി പറഞ്ഞേ, എന്നെ ഒറ്റപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല, നിന്നെ ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല. വെളിച്ചത്തിലിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ലോൺലിനെസ്, എനിക്കാരുമില്ല എന്ന് അവനൊരു സങ്കടമേ ഉണ്ടാകത്തില്ല. എന്നാൽ ഇതേ ലേഖനത്തിൽ അപ്പോസ്തലൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 യോഹന്നാൻ 2:9, ഞാൻ പറയുന്നത് മുഴുവൻ വെളിച്ചത്തിലിരിക്കുന്നെന്ന, യേശുവിനെ കണ്ടെന്ന, രക്ഷിക്കപ്പെട്ടെന്ന, പെന്തക്കോസ്തിൽ കൂടിയെന്ന, അന്യഭാഷ പറയുന്നെന്ന, ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നെന്ന, എനിക്ക് 24 മണിക്കൂറും വെളിപ്പാടുണ്ടെന്ന, പക്ഷേ സഹോദരനോട് പകയാണ്. എല്ലാവരെയും പരിഹാസമാണ്. എല്ലാവരോടും പകയാണ്. ആരെ വേണമെങ്കിലും മിമിക്രി ചെയ്യുക, ആരെ വേണമെങ്കിലും മോക്ക് ചെയ്യുക, ആരെ വേണമെങ്കിലും എതിർത്തു സംസാരിക്കുക. എല്ലാവരെയും പകയാണ്. അവനാരാ, അങ്ങേരാരാ, അവരാരാ. സഹോദരനെ പകയാണ്. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? യു ആർ ഇൻ ദ ഡാർക്ക്നെസ്. യു ആർ ഇൻ ദ ഡാർക്ക്നെസ്. നീ യഥാർത്ഥമായി യേശുവിനെ കണ്ടിട്ടില്ല. സത്യത്തിലുള്ള യേശുവിനെ അല്ല നീ കണ്ടത്. അല്ലെങ്കിൽ നീ കണ്ട യേശുവിനെ നീ മറന്നുപോയി. നീ കണ്ട യേശുവിനെ മറന്നുപോയി. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, വെളിച്ചം ഒരു ഫെലോഷിപ്പിനെ കൊണ്ടുവരുമ്പോൾ ഇരുട്ട് ഒരു ഹേട്രഡ്നെസ്സിനെ കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം യേശു എന്ന വെളിച്ചം എൻ്റെ മേൽ ഇറങ്ങി വന്നത് ഞാൻ ഒറ്റയ്ക്കിരിക്കാനല്ല, ഞാൻ ഇരുട്ടിലിരിക്കാനല്ല, ഞാൻ ഫെലോഷിപ്പിലിരിക്കാനാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയും പറയരുത്, എൻ്റെ അപ്പൻ എന്നെ ഇഷ്ടമില്ല, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല, ആർക്കും എന്നെ ഇഷ്ടമില്ല. നീ ഇരുട്ടിലാണ് ഇരിക്കുന്നത്. വെളിച്ചത്തിലിരിക്കുന്നവനോ അവന് ഫെലോഷിപ്പ് ഉണ്ട്. യു ആർ നോട്ട് അലോൺ, യു ആർ ഇൻ എ ഫെലോഷിപ്പ്. നീ ഏകനല്ല, നീ ഏകനല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒരു കൂട്ടായ്മയ്ക്കകത്താണ്. കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചത്, കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചത്. നമ്മൾ പലരും പറയാ, യേശുവിന് ക്രൂശിൽ ആരുമില്ലായിരുന്നോ, അതുപോലെ എനിക്കും ആരുമില്ല. നോ 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 നോ. കർത്താവ് നിന്നെ അതിനല്ല വിളിച്ചത്. ഈ കൂട്ടായ്മയിലേക്ക് നിന്നെ വിളിച്ച നമ്മുടെ കർത്താവായ ക്രിസ്തു, ദൈവം വിശ്വസ്തൻ. ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് ഒറ്റപ്പെടലിൻ്റെ ക്രൂശിലേക്കല്ല, പകരം ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് കൂട്ടായ്മയുടെ സന്തോഷത്തിലാണ്. യേശു പറഞ്ഞു, എനിക്ക് പിതാവിനോട് കൂട്ടായ്മയുള്ള അതുപോലെ നിങ്ങൾക്ക് എന്നോട് കൂട്ടായ്മയുണ്ട്. അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനോട്, ഞങ്ങൾക്ക് ക്രിസ്തുവിനോടും പിതാവിനോടും കൂട്ടായ്മയുള്ളതുപോലെ നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ട്. We are in a fellowship. We are not in a loneliness. ഞാൻ ഏകാന്തതയിലല്ല, ഞാൻ ഒറ്റപ്പെടലിലല്ല, ഞാനൊരു കൂട്ടായ്മയിലാണ്, ഞാനൊരു കുടുംബത്തിലാണ്. എനിക്കൊരു കുടുംബമുണ്ട്. ആരാണ്, ഏതാണ് ആ കുടുംബം? എഫെസ്യ ലേഖനം 2-ാം അധ്യായം, ദൈവത്തിന്റെ ഭവനക്കാരത്രേ, ദൈവത്തിന്റെ കുടുംബക്കാരത്രേ. സ്വർഗത്തിലെ ദൈവം എന്ന ഒരു അപ്പനിരിക്കുന്ന വീട്, യേശു എന്ന ഒരു മൂത്ത സഹോദരൻ ഇരിക്കുന്ന വീട്. ഞാൻ ആ വീട്ടിലെ ഒരു അംഗമാണ്. ഒരു മിനിറ്റ് കരമടിച്ച് സ്തോത്രം പറഞ്ഞിട്ട്, നോ മോർ ആൻ ഓഫർ, നോ മോർ ഇൻ ദ ലോൺലിനെസ് ബട്ട് ഇൻ ദ ഫെലോഷിപ്പ്. ഞാൻ ഒരു ഭാഗത്തിലേക്കൂടെ കയറി 1-2 ഭാഗങ്ങൾ പറഞ്ഞു വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്താണ് ദൈവത്തിന്റെ വെളിച്ചം? ഞാൻ 5 ഭാഗങ്ങളെ പറഞ്ഞു. 6-ാമത്തെ ഭാഗത്തിലേക്ക് കയറുകയാണ്. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ദൈവം എൻ്റെ വെളിച്ചമായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രത്യേകത എന്നറിയാമോ? ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും?
ദൈവത്തിൻ്റെ വെളിച്ചം ഒരു മനുഷ്യൻ്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ അവനൊരു ഭയങ്കര നിർഭയത്വമുണ്ട്, അവനൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, അവനൊരു ഭയങ്കര സേഫ്റ്റിക്കകത്താണ് അവൻ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ വെളിച്ചം, ഞാനതിനെ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ അതൊരു റിപ്പൻറ്റൻസ് മാത്രമല്ല, അതൊരു ഡെലിവറൻസ് മാത്രമല്ല, അതൊരു ക്ലാരിറ്റി മാത്രമല്ല, അതൊരു ഡിറ്റർമിനേഷൻ മാത്രമല്ല, അതൊരു ഫെലോഷിപ്പ് മാത്രമല്ല, അത് നിനക്കൊരു പ്രൊട്ടക്ഷനാണ്. The light is my protection. Jesus is the light and the light is your protection. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു യേശു എന്ന വെളിച്ചം എൻ്റെ പ്രൊട്ടക്ഷനാണ്? യഹോവ എൻ്റെ വെളിച്ചം, ഞാൻ ആരെ ഭയപ്പെടൂ? യഹോവ എൻ്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കൂ? എൻ്റെ വൈരികൾ, എൻ്റെ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നാൻ എൻ്റെ നേരെ അടുത്തു വരും. പക്ഷേ the Lord is my light, അവരവിടെ ഇടറി വീഴും, അവരവിടെ ഇടറി വീഴും. ദൈവം നിന്റെ മേൽ വെളിച്ചമായി നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിച്ചം എനിക്കും നിങ്ങൾക്കും ഒരു സംരക്ഷണമാണ്. ഞാൻ 1-2 വാക്യങ്ങളെ കാണിക്കാം. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. യെശയ്യാ 10:17 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. ഇസ്രായേലിൻ്റെ വെളിച്ചം എന്തായിരിക്കും? ഒരു തീയായിരിക്കും. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായിരിക്കും. ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീ. ഞാൻ ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വാക്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നെഹമ്യ 9:12. അവിടെ നെഹമ്യ 9:12 അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗം ഇങ്ങനെയാണ്, നീ പകൽ സമയത്ത് മേഘസ്തംഭം കൊണ്ടോ രാത്രി സമയത്ത് അവർ പോകുന്ന വഴിക്ക് വെളിച്ചം കൊടുപ്പാൻ അഗ്നിസ്തംഭം കൊണ്ടു അവരെ വഴി നടത്തി. രാത്രിയിൽ വെളിച്ചം കൊടുക്കാൻ ഒരു അഗ്നി, പില്ലർ ഓഫ് ഫയർ, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ കർത്താവ് ഉണ്ടാക്കിയ ചന്ദ്രന്റെ അടുക്കൽ ഒരല്പം ലൈറ്റ് കൂട്ടിയിടാൻ പറഞ്ഞാൽ പോരായിരുന്നു? ഒരിച്ചിരി നിലാവട്ടം കൊടുക്കാൻ പറഞ്ഞാൽ പോരായിരുന്നു? പക്ഷെ നിലാവട്ടത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? ശത്രുവിന് ഇവന്റെ പാളയത്തിലേക്ക് വരാൻ കഴിയും. മരുഭൂമിയിലെ അഗ്നിസർപ്പത്തിനും തേളുകൾക്കും ഒരുപക്ഷെ രാത്രിയിൽ ഈ നിലാവട്ടത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇവനെ ആക്രമിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവം പറഞ്ഞ് രാത്രിയിൽ ഇവനൊരു ലൈറ്റ് പോരാ, പകരം ഇവൻ എന്തു വേണം? ഒരു പ്രൊട്ടക്റ്റീവ് ലൈറ്റ് വേണം. ഇന്ന് രാത്രി നീ അറിയണം, കർത്താവ് നിനക്കൊരു ലൈറ്റ് അല്ല, കർത്താവ് നിനക്കൊരു പ്രൊട്ടക്റ്റീവ് ലൈറ്റാണ്. കർത്താവ് നിനക്കൊരു പ്രൊട്ടക്റ്റീവ് ലൈറ്റാണ്. അതുകൊണ്ട് 9:12 പറഞ്ഞത്, അവൻ അവരെ തീ കൊണ്ട് വെളിച്ചമായി നടത്തി. 9:19 ഇങ്ങനെയാണ് പറയുന്നത്, ആ തീ അവരെ വിട്ടുമാറിയതേ ഇല്ലെന്നാ പറയുന്നത്. ആ തീ അവരെ വിട്ടുമാറിയില്ല, അഗ്നിസ്തംഭം അവരെ വിട്ടുമാറിയില്ല. മടങ്ങി വരാം, യെശയ്യാ 10 കടന്നു വരാം. യെശയ്യാ 10:17 കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയാണ്. എന്തിനാണ് തീയായിരിക്കുന്നതെന്ന് അറിയാമോ? ആമേൻ. അവനെതിരായിട്ടുള്ള മുള്ളിനെയും പറക്കാരെയും ദഹിപ്പിച്ചു കളയാൻ. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലേ, നിന്നോടുകൂടെ ദൈവത്തിൻ്റെ വെളിച്ചം ഇരിക്കുമ്പോൾ ആമേൻ, മുള്ളുള്ള വഴിയിൽ നടക്കാൻ സഹായിക്കുമെന്ന് നീ കരുതരുത്. ദൈവത്തിൻ്റെ വെളിച്ചം ആമേൻ മുള്ളു മാറി നടക്കാൻ നിന്നെ സഹായിക്കുന്നതല്ല, പകരം മുള്ളു കത്തിച്ചു കളയുന്ന വെളിച്ചം മാത്രമേ. The protective light, the protective light, the protective light, the protective light. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ മേലൊരു വെളിച്ചമുണ്ട്? ശത്രുവിന് തൊടാൻ കഴിയാത്ത വെളിച്ചം, പിശാചിന് തൊടാൻ കഴിയാത്ത വെളിച്ചം, അന്ധകാര ശക്തിക്ക് തൊടാൻ കഴിയാത്ത വെളിച്ചം. ഹോളി സ്പിരിറ്റ്. എൻ്റെ സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനം 4-ാം അധ്യായം 5-ാം വാക്യം, ആ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. യെശയ്യാ 4:5 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലോ, സകല വാസസ്ഥലത്തിന്മേലോ, സകല വാസസ്ഥലത്തിന്മേലോ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പർവ്വതത്തിൽ, സിയോൻ പർവ്വതത്തിൽ മുഴുവനായിട്ടൊരു വെളിച്ചമെന്നല്ല പറഞ്ഞത്. പകരം അമ്മേ അച്ചായൻ്റെ വീടിനും ആൻറ്റിയുടെ വീടിനും അപ്പുറത്തെ വീടിനും അപ്പുറത്തെ വീടിനും ഓരോ വീടിനോ ഓരോ വീടിൻ്റെ മുകളിലും അമ്മേ സകല വാസസ്ഥലം
സ്ഥലത്തിന്മേലും എന്തായിരിക്കും? അടുത്തത് അതിലെ സഭായോഗങ്ങളുടെ മേലോ. നിന്റെ വീട്ടിനകത്ത് ഇൻഡിവിജ്വലി നിൽക്കുന്ന ഒരു ലൈറ്റ്. ആമേൻ. 2, നിന്റെ കോൺഗ്രിഗേഷനിൽ വെളിപ്പെടുന്ന ഒരു ലൈറ്റ്. എന്നിട്ട് അടുത്തത് പറയുകയാണ്, പകലിനൊരു മേഘവും പുകയും, രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശം സൃഷ്ടിക്കുക. നിന്റെ ജീവിതത്തിന്റെ രാത്രികളിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ, നിന്റെ തലമുറയുടെ രാത്രികളിൽ നീ കടന്നു പോകുമ്പോൾ, നിന്റെ ശുശ്രൂഷയുടെ രാത്രികളിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ, നിന്റെ തൊഴിലിടത്തിന്റെ രാത്രിയിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ, ആ രാത്രിയിൽ ഒരു നിലാവട്ടമല്ല ദൈവം തരുന്നത്. ആ രാത്രിയിൽ ഒരു ചന്ദ്രന്റെ ശോഭയല്ല ദൈവം തരുന്നത്. ആ രാത്രിയിൽ അവൻ നിനക്ക് ഒരു അഗ്നിജ്വാലയുടെ പ്രകാശമായിരിക്കും. രാത്രിയിൽ ഒരു അഗ്നിജ്വാലയായി, എ പ്രൊട്ടക്റ്റീവ് ലൈറ്റ്. അവൻ നിനക്കൊരു സംരക്ഷണത്തിന്റെ വെളിച്ചമായിരിക്കും, അഗ്നിയുടെ വെളിച്ചമായിരിക്കും. ജീസസ്. ആ വാക്കിന്റെ മനോഹാരിത കാണണമെങ്കിൽ ആ വാക്യത്തിന്റെ അവസാനം വായിക്കണം. മലയാളത്തിൽ ശരിയല്ല കേട്ടോ. സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും. എന്തായാലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. പക്ഷെ അത് നിങ്ങൾ ഇംഗ്ലീഷിലൊന്ന് വായിച്ചു നോക്കിയേ. upon all the glory shall be a defense. ദൈവം നിനക്ക് നൽകിയ എല്ലാ ഗ്ലോറിയുടെയും മുകളിൽ ഒരു ഡിഫൻസിനെ ദൈവം വെക്കും. നിന്റെ മക്കൾ നിന്റെ ഗ്ലോറിയല്ലേ? നിന്റെ കുടുംബം നിന്റെ ഗ്ലോറിയല്ലേ? എൻ്റെ ശുശ്രൂഷ എൻ്റെ ഗ്ലോറിയ, എൻ്റെ ശുശ്രൂഷ എൻ്റെ മഹത്വ. ഇതിൻ്റെ മുകളിൽ ദൈവം എന്ത് ചെയ്യും? ഒരു ഡിഫൻസ് വെക്കും. ജീസസ്. നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് നിന്റെ ഒരു മഹത്വം. നിന്റെ കൊച്ചുമക്കൾ നിന്റെ ഒരു മഹത്വം. നീ അധ്വാനിച്ച് മേടിച്ച വാഹനം നിന്റെ മഹത്വം. നീ കഷ്ടപ്പെട്ടുണ്ടാക്കി നിന്റെ പ്രസ്ഥാനം ദൈവം നിനക്ക് നൽകിയ ഒരു മഹത്വം. കർത്താവ് പറയുകയാണ്, upon all the glory shall be a defense. ഞാൻ മുൻപേ ഒരു കാര്യം പറഞ്ഞതിനെ എനിക്കൊന്ന് തിരുത്തി പറയണം. ഇറ്റ്സ് നോട്ട് എ പ്രൊട്ടക്റ്റീവ് ലൈറ്റ്, ഇറ്റ്സ് എ ഡിഫെൻസീവ് ലൈറ്റ് ഓഫ് ഡിഫൻസ്. ഇന്ന് പകൽ എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കരുത്, പകരം അവൻ വെളിച്ചത്തിൽ വസിക്കണം. എന്ന് പറഞ്ഞാൽ he must dwell under my defense. All his glory should be under my defense. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? There is a defense upon all the glory. റഹബോത്തിനൊരു ഗ്ലോറിയുണ്ട്. പലപ്പോഴും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞരങ്ങി പ്രാർത്ഥിക്കും, കർത്താവേ, സഭയുടെ വളർച്ച ഒരു ഗ്ലോറിയാണ്, സഭയുടെ എൻലാർജ്മെന്റ് ഒരു ഗ്ലോറിയാണ്, സഭയിലെ കുഞ്ഞുങ്ങളൊരു ഗ്ലോറിയാണ്, സഭയിലെ ശുശ്രൂഷകർ ഗ്ലോറിയാണ്. സൂക്ഷിക്കണേ. എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്നറിയത്തില്ല. ദൂരസ്ഥലങ്ങളിലുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൃത്യമായി വിളിക്കുന്ന സമയത്തല്ലാതെ ഒരു സമയത്ത് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചിരിച്ചുകൊണ്ടല്ല എടുക്കുന്നത്, പരാതിയിലാണ് എടുക്കുന്നത്. ഒരു ദൈവസഭയുടെ ശുശ്രൂഷകനെ സംബന്ധിച്ച് ഏതൊരു വിശ്വാസിയുടെ കോള് വരുമ്പോഴും അവൻ്റെ ചങ്കിനകത്തോട് ആദ്യം പോകുന്നത് ഒരു തീയ. കാരണം കുശലം പറയാൻ ഒരു വിശ്വാസിയും അവൻ്റെ ശുശ്രൂഷകനെ വിളിക്കത്തില്ല. ഒന്നുകിൽ ദൈവം നൽകിയ ഒരു വിടുതൽ പറയാനായിരിക്കും, നന്മ പറയാനായിരിക്കും, അല്ലെങ്കിൽ അവൻ കടന്നു പോകുന്ന ഒരു കഷ്ടത്തിലെ കൈത്തുണയ്ക്കായിരിക്കും. എല്ലായ്പ്പോഴും ഒരു നെരിപ്പോടകത്ത് കത്തിക്കൊണ്ടിരിക്കും. അത് മനുഷ്യ സഹജമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പോടുകൂടി പറയാം, ദൈവസഭയ്ക്ക് മഹത്വമായ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, മഹത്വമായ കുടുംബങ്ങളുണ്ടെങ്കിൽ, മഹത്വമായ ശുശ്രൂഷകരുണ്ടെങ്കിൽ, he shall be the defense upon all the glory. He shall be the defense, a light of defense, a light of defense, a light of defense, a light of defense.
എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കാതെ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കാതെ അവൻ വെളിച്ചത്തിൽ നടക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ഇറങ്ങി വന്നിരിക്കുന്നു. As a defensive light, as the light of defense. Ataria Shabar Tali Uda Tabakapira Rama Sharpe Salara Mahartania Lartonia Ramasia Katala Kateria Raltunia Ramasarte Rimania Rakatala Sama Rumasia, the light of defense is shining upon you. It's shining upon you. ചെങ്കടലിന്റെ ആഴങ്ങളിൽ ചെങ്കടലിന്റെ ആഴങ്ങളിൽ ഇസ്രായേൽ നടക്കുമ്പോൾ ദൈവം അവരുടെ ഗൈഡൻസിനെ അല്ലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം അവരുടെ ഗൈഡൻസിനെ അല്ലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവം അവരുടെ ഡിഫൻസിനെ ആയിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ വെളിച്ചം അവരുടെ പിറകിലേക്ക് പോയി. ചിലപ്പോൾ ജീവിതത്തിൽ മുമ്പോട്ട് നോക്കിയാൽ വെളിച്ചം കാണാതെ നിൽക്കുമ്പോൾ നീ ആശങ്കപ്പെടരുത്. ഒരു ദൂത് കേൾക്കാതെ വരുമ്പോൾ, ഒരു പ്രാർത്ഥനയുടെ മറുപടി കേൾക്കാതെ വരുമ്പോൾ നീ ആശങ്കപ്പെടരുത്. നിനക്കൊരു ഗൈഡൻസ് തരുന്നതിനെക്കാട്ടിലോ he is working as the defensive light. അവൻ ഒരു ലൈറ്റ് ഓഫ് ഡിഫൻസ് ആയി നിനക്ക് വേണ്ടി ആക്ട് ചെയ്യുകയോ. ഹോളി സ്പിരിറ്റ് നിന്നെ മാനസാന്തരപ്പെടുത്തുന്ന വെളിച്ചം, നിന്നെ വിടുവിക്കുന്ന വെളിച്ചം, നിന്റെ പരമാർത്ഥതയ്ക്ക് സാക്ഷ്യം പറയുന്ന വെളിച്ചം, നിന്നെ ഒരു സെർട്ടനിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന വെളിച്ചം, നിന്നെ ഒരു ഫെലോഷിപ്പിലേക്ക് കൊണ്ടുപോകുന്ന വെളിച്ചം, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിനക്ക് ഡിഫെൻസീവായി നിൽക്കുന്ന ഒരു വെളിച്ചം. എന്നാൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇനിയും അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഹോളി സ്പിരിറ്റ്, ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട്, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട്. അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും.